എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ റിൻ ചോനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ചോൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. റിൻ കൂടുതൽ ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ചായത്ത് വരുമ്പോ പിന്നെ അവിടെ അങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം വേണ്ട എന്ന് കരുതി റിൻ ഒന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ പിന്നീട് ഇവിടെ ചായത്തുണ്ടല്ലോ, അവനെ കാണാനായി ചായത്തിന്റെ ചേട്ടൻ കോൺ എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും കോണിനെ ആക്രമിക്കാനായി കോണിന്റെ ഒരു ശത്രു എത്തുന്നു. എന്താണ് ഇവർക്കിടയിലെ പ്രശ്നം, സാമ്പത്തികപരമായ വല്ല കാര്യങ്ങളാണോ എന്ന് അറിയില്ല. എന്തായാലും അയാൾ അവിടെ കോണുമായി ഷൗട്ട് ചെയ്യുമ്പോഴേക്കും അത് കണ്ട് റിൻ അതിൽ ഇടപെടാൻ വരുമ്പോഴേക്കും അയാളായിട്ട് റിന്നിനെ വട്ടം പിടിച്ച് അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. ഇത് കണ്ട് ചായത്ത് എത്തുമ്പോഴേക്കും കോണിനെ രക്ഷപ്പെടുത്താനായി നോക്കി ചായത്ത് അവരുണ്ടായിരുന്ന ആ മുകൾ നിലയിൽ നിന്ന് അയാൾ അവനെ തള്ളിയിട്ട് വീഴാനായി ഒരുങ്ങുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ചോൻ ചായത്തിനെ രക്ഷപ്പെടുത്താനായി ഭയങ്കര വെപ്രാളത്തിൽ ചായത്തിനെ വിളിച്ച് നേരെ അവന്റെ കയ്യിൽ പിടിക്കാനായി നോക്കുന്നുണ്ട്. അവളെ സംബന്ധിച്ച് അവളുടെ കുഞ്ഞിന്റെ അച്ഛനാണല്ലോ, ഒന്നിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ പോലും അവൻ അങ്ങനെ അപകടത്തിൽ പെടുന്നത് അവൾ കാണാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അത് കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം അവനെ രക്ഷപ്പെടുത്താനായി അവൾ കൈ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും അവളും കൂടി അവന്റെ കൂടെ സ്ലിപ്പായി താഴേക്ക് മറിയുന്നു. അപ്പോഴേക്കും ഓൾറെഡി റിന്നിനെ അയാൾ പിടിച്ചു വെച്ച് അവളെ കൊല്ലും തള്ളിയിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ താഴേക്ക് ഈ ഒരു പ്രശ്നം അറിഞ്ഞ് ഇങ്ങാണ് അയാൾ തള്ളിയിട്ടാൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സേഫ് ആക്കാൻ വേണ്ടി വേണ്ട സംവിധാനമെല്ലാം ഏർപ്പാടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇവർ വീഴുന്നത് കൊണ്ട് അപകടം പറ്റുന്നില്ല. എന്തായാലും താഴെ വീണ ഉടനെ ചോനാകട്ടെ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചായത്തിനോട് ചോദിക്കുമ്പോൾ ചായത്തിന് സത്യത്തിൽ താഴെ വീണിട്ട് സേഫ് ആണ് എന്നതിനേക്കാൾ ചോൻ അവന്റെ മേലിൽ കാണിച്ച ആ ഒരു കൺസേൺ ആണ് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നത്. അവൻ അവളെ അന്തം വിട്ട് നോക്കുമ്പോഴേക്കും അവളുടെ ബോധം പോകുന്നുണ്ട്. അത് കണ്ട് ചായത്താകെ പാനിക് ആവുന്നു. കാരണം അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണല്ലോ അവളിപ്പോ ഇത് ചെയ്ത് ഇങ്ങനെ ബോധം പോയത്. എന്തായാലും പിടിക്കും ഈ കാര്യങ്ങൾ കണ്ടു നിന്ന റിന്നിന് കാലിപ്പ് ഒന്നുകൂടെ കൂടുകയാണ്. ഇവളെന്തിനാ ചായത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവളുടെ ലൈഫ് പോലും പണയം വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത്, അവൾക്ക് അത്രയും സ്പെഷ്യൽ ആണോ അവനെന്ന് റിന്നിന് ഡൗട്ട് തോന്നുമ്പോൾ ഇത് കാണുന്ന കാസിക്കും ചില ഡൗട്ടുകളൊക്കെ ഉണ്ട്. എന്തായാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ചോന്നില്ല. അവളാകട്ടെ മുകളിൽ നിന്ന് താഴേക്ക് വീണല്ലോ, അതിന്റെ ഒരു ഷോക്കില് ബോധം പോയതാണ് പേടിച്ചിട്ട്. ഇപ്പൊ അവൾക്ക് ബോധം വരുന്നത് വരെ ഇവരൊക്കെ അടുത്ത് തന്നെയുണ്ട്. ബോധം വന്നു എന്ന് കാണുമ്പോൾ ചായത്ത് ഭയങ്കര കെയറോടുകൂടി അവളുടെ സുഖവിവരങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് റിൻ പല്ല് കടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്യാം, വേണ്ട വേണ്ട ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കാസയും ചായത്തും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുമ്പോഴേക്കും കൊളീഗ്സിന്റെ കൂടെ പൊക്കോളാന്ന് കൊളീഗ്സ് അവിടെ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഇവിടെ ഒരു ഇഷ്യൂ വേണ്ടെന്ന രീതിക്ക് ചോൻ പറയുന്നുണ്ട്. അങ്ങനെ ചോൻ അവരുടെ കൂടെ വീട്ടിലേക്ക് എത്തുന്നു. അവൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് മകനെ പിക്ക് ചെയ്ത് കാസയും അവിടേക്ക് വരുന്നുണ്ട്. തന്റെ മകനെ എന്തിനാ തന്നോട് ചോദിക്കാതെ പിക്ക് ചെയ്തെന്നല്ല ചോൻ ചോദിക്കുമ്പോഴേക്കും നീ വയ്യാതിരിക്കല്ലേ അത് ഞാൻ വിളിക്കാൻ പോയെന്ന് കാസ പറയുമ്പോൾ ഓൾറെഡി കാസ തന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇവനിങ്ങനെ പോയി സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ പിക്ക് ചെയ്യും ഡ്രോപ്പ് ചെയ്യും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ശരിയാണ് എന്ന രീതിക്കാവില്ല. അത് ചോദിന് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും അവൾ പെട്ടെന്ന് വീണ്ടും കുറച്ച് ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് കാസ തന്നെ മുൻകൈ എടുത്ത് അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ലെങ്കിലും കുഞ്ഞാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കര സപ്പോർട്ട് കൊടുത്താണ്. അങ്ങനെ കുഞ്ഞിന്റെ പിന്തുണയോടുകൂടി കാസ ചോനെ എടുത്തുകൊണ്ട് വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവളെ സേഫായി ഇരുത്തിയ ശേഷം അവൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇന്ന് അങ്ങനെയൊക്കെ ചെയ്തത്, എന്താ നിനക്ക് ചായത്തിനെ മുന്നേ അറിയാവോ, അവനെ നിനക്ക് മുന്നേ പരിചയം ഉണ്ടോന്നല്ല. അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ അറിയൊന്നും ഇല്ല എന്നെല്ലാം ചോൻ പറയുമ്പോ പക്ഷെ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ടെന്നെല്ലാം കാസ പറയുമ്പോ എന്റെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഇല്ല എന്ന് പറഞ്ഞ് അവൾ മുഖം ക്ലോസപ്പിൽ കൊണ്ടുവരുമ്പോഴേക്കും അവനും അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. അത് കണ്ട് പേടിച്ച് അവൾ പതിയെ പുറകോട്ട് മാറി ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും കുഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നു. പെട്ടെന്ന് രണ്ടുപേരും മാറി മാറി ഇരിക്കുന്നുണ്ട്. എന്തായാലും കുഞ്ഞാകട്ടെ കാസയെ കണ്ടതിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ എല്ലാ പിള്ളേരുടെയും അച്ഛനും അമ്മയും വരും, എന്റെ അമ്മയുടെ കൂടെ അങ്കിളും ഒന്ന് വരുമോ എന്നെല്ലാം ആ കുഞ്ഞ് ചോദിക്കുമ്പോ ആ റിക്വസ്റ്റ് എങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കാസ പിന്നെന്താ ഞാൻ വരാലോ എന്ന ഡേറ്റ് എന്നൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. പ്രോമിസ് വരുമല്ലോ അല്ലേന്നെല്ലാം കുഞ്ഞ് പ്രത്യേകം ചോദിച്ചുറപ്പ് വരുത്തുന്നുണ്ട്. എന്തായാലും ഇതൊന്നും തന്നെ ചോദിന് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. കുഞ്ഞ് കാസയായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആവുന്നത്. എന്തായാലും അടുത്ത ദിവസം ഓഫീസിൽ കാസയും ചോനും ഓഫീസ് പരമായ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ചായത്ത് അങ്ങോട്ടേക്ക് ബൊക്കയായി വരുന്നു. ഇതെന്താ ബൊക്കയായിട്ട് എനിക്കാണോന്നെല്ലാം കാസ ചോദിക്കുമ്പോ ഈ ബൊക്കെ നിനക്കല്ല, ഞാനിപ്പോ കാണാനായി വന്നതും നിന്നെ അല്ല എന്ന് പറഞ്ഞ് ചോന്റെ അടുത്തേക്ക് ചായത്ത് ആ ബൊക്കയുമായി ചെല്ലുന്നു. എന്നെ രക്ഷപ്പെടുത്തിയതിന് എന്റെ വക ഒരു ചെറിയ ട്രീറ്റ്, നമുക്ക് ലഞ്ചിന് പോയാലോ എന്ന് ചായത്ത് ചോദിക്കുമ്പോൾ ചോൻ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് കാസ തീരെ സഹിക്കാതെ നിൽക്കാണ്. എന്തായാലും അവരുടെ അടുത്ത് തന്നെയുള്ള ഒരു നല്ല റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാനായി പോകുമ്പോൾ കാസയും ഇവർ വിളിച്ചില്ലേലും പുറകിന് ചെല്ലുന്നുണ്ട്. അങ്ങനെ വിളിക്കാതെ കയറി വന്നതും പോരാ, ഇവരെക്കാള് കൂടുതൽ ഏതാണ്ട് കാസയുടെ ട്രീറ്റ് ആണ് അതെന്ന രീതിക്ക് അധികാരത്തിൽ അവൻ അവിടെ കിടന്ന് ഓർഡർ കൊടുക്കുന്നു ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് എന്ത് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ചോന്നിരിക്കുമ്പോൾ ഇവൻ അസൂയ കയറി ഇരിക്കുകയാണെന്ന് ചായത്തിന് മനസ്സിലാവുന്നുണ്ട്. അവനത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ഫുഡ് വന്നു കഴിയുമ്പോൾ ഇവരായിട്ട് കൊച്ചുകുട്ടിയെ കണക്ക് അവിടെ കിടന്ന് കുറച്ച് ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് സെർവ് ചെയ്യുന്നതിലും കഴിക്കുന്നതിലും ഒക്കെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അവര് പിടിവലിയിട്ട് ഫുഡ് തെറിച്ച് ചോന്റെ ദേഹത്തേക്ക് വീഴുമ്പോ പിന്നെ അവൾക്ക് ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നതിലായിരുന്നു രണ്ടുപേരുടെ മത്സരം. അവളായിട്ട് ഇതൊക്കെ കണ്ട് സമാധാനത്തിൽ ഫുഡ് കഴിക്കാൻ പോലും ഇവര് സമ്മതിക്കില്ലല്ലോ, വേണ്ട ഞാൻ തന്നെ
തന്നെ ഇത് ക്ലീൻ ചെയ്ത് റെഡി ആയിക്കോളാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. എന്തായാലും അങ്ങനെ രസകരമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നീട് ഓഫീസിൽ ഇപ്പോ അവരുടെ അടുത്ത സെലിബ്രിറ്റി കപ്പിളായ ചായത്തിന്റെയും റിന്നിന്റെയും ചെറിയൊരു ഇന്റർവ്യൂ കണക്കെടുക്കാണ്. ആ ടീം കുറച്ച് ചോദ്യങ്ങൾ ഈ കമ്പനിയുടെ ബിഹാഫിൽ അവരുടെ ഒരു പ്രൊമോ വീഡിയോയ്ക്ക് വേണ്ടി ഇവരോട് ചോദിക്കുന്നുണ്ട്. ഈ ടീം മാരേജിന് ശേഷമുള്ള ബേബി പ്ലാനിങ്ങിനെ പറ്റി തിരക്കുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണം, എനിക്ക് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ചായത്ത് പറയുമ്പോൾ അത് റിന്നിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവൾ അതിനുശേഷം എനിക്കൊരു വാല്യൂ പോലും തരാതെ, എന്നോട് ഒരു റെസ്പെക്ട് പോലും കാണിക്കാതെ കുഞ്ഞിനെ പറ്റിയുള്ള ഒരു ചോദ്യത്തിന് തനിയെ മറുപടി കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ച് ചായത്തിനോട് വഴക്കിടുന്നുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഒരു കുഞ്ഞിനെ ഒന്നും റിന്നിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവളോട് ചോദിക്കാതെ ചായത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നതിന്റെ കലിപ്പിലിരിക്കുകയാണ്. എന്തായാലും കമ്പനിയില് ആ ഒരു നടക്കുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി അന്ന് ഡ്രസ് ചെയ്ത് നന്നായി തന്നെ ചോൻ എത്തുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപാടെ റിന്നിന് ഭയങ്കര കലിപ്പാവുന്നുണ്ട്. ഇവൾക്ക് ഇവിടെ നീ ഡ്രസ്സ് കിട്ടി എന്ന മട്ടില് നല്ല ഭംഗിയുണ്ടായിരുന്നു ചോനെ കാണാൻ. കുറച്ചു നേരം കാസ അവളെ തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും പിന്നീട് കാസ ചോന് അവളിപ്പോ ഇവിടെ അവന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ഇൻക്രിമെന്റ് കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. ഇത്രയും പെട്ടെന്ന് തനിക്കൊരു സാലറി ഹൈക്ക് എന്തുകൊണ്ടാണ് കാസ തന്നതെന്ന് അവൾ ഓപ്പൺ ആയി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കേൾക്കുന്ന അവൻ അവളുടെ കുഞ്ഞിനെ പറ്റി അവളുടെ ഫാമിലിയെ പറ്റിയൊക്കെ ഇപ്പൊ ഏതാണ്ട് ചെറിയ രീതിക്ക് അവൻ അറിയില്ല. അപ്പൊ ആ കഷ്ടപ്പാട് കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് ഓപ്പൺ ആയി പറയുമ്പോൾ അവൾ വളരെ സന്തോഷത്തിന് പെട്ടെന്ന് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. ഈ കാഴ്ച റിന്നിന്റെ ഒരു ഫ്രണ്ട് കണ്ടിരുന്നു. ഈ ഫ്രണ്ട് തന്നെയാണ് ആക്ച്വലി ചായത്തിന്റെ ദേഹത്തേക്ക് ചോൻ മറിഞ്ഞു വീണപ്പോ അതിന്റെ ഫോട്ടോ എടുത്ത് റിന്നിന് അയച്ചു കൊടുത്തതും റിന്നിനെ കൂട്ടി ആ ഹോട്ടലിലേക്ക് അന്ന് പ്രശ്നം ഉണ്ടാക്കാനേ വന്നത്. എന്തായാലും ഇപ്പോ തന്നെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച ചോനിനെ പറ്റി ഭയങ്കര ഒരു സന്തോഷത്തില് കാസ നോക്കി ചിരിക്കുകയാണ്. കാരണം അവന് പതിയെ അവളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കാസ പോയ ശേഷം ചായുത്തിനെ കയ്യിലെടുത്തിട്ട് ഇനി കാസയും കൂടി നിന്റെ വരുതിക്ക് കൊണ്ടുവരാനായിട്ടുള്ള പരിപാടിയാണല്ലേ എന്നെല്ലാം ആ പെൺകുട്ടി ചോനോട് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ചോൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവൾ അത് കേട്ടിട്ടൊന്നും മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ ആ ഒരു കോൺവെർസേഷൻ കേട്ട് അങ്ങോട്ട് വരുന്ന ചോനിന്റെ കൊളീഗായ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അതിൽ ഇടപെട്ട് അങ്ങനെ അവർക്കിടയിൽ വഴക്കാവുന്നു. ഇത് കണ്ട് ചോൻ അവരെ പിന്തിരിപ്പിക്കാനായി ഇടയിൽ കയറുമ്പോൾ വഴക്കിന്റെ ഇടയിൽ അവളെ തള്ളിയിടുന്നു. താഴെ വീണ ചോനിനെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചായത്ത് വരുന്നത്. എന്തെവിടെയെന്ന് ചായത്ത് ചോദിക്കുമ്പോഴേക്കും അവരവിടെ നിന്ന് വഴക്ക് നിർത്തി പോകുന്നുണ്ട്. അപ്പോഴേക്കും താഴെ വീണപ്പോ ചോനിന്റെ സ്കേർട്ടിന്റെ കുറച്ച് ഭാഗം കീറിയിരുന്നു. അത് അവൾ പൊത്തിപ്പിടിക്കാൻ നോക്കുന്നത് കാണുന്ന ചായ അവൾക്ക് അവന്റെ കോട്ട് ഊരി കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ട, സാരമില്ല എന്നൊക്കെ ചോൻ പറയുന്നുണ്ടെങ്കിലും സാരില്ല, ഇപ്പൊ ഇത് വെച്ച് കവർ ചെയ്യോ, വേറെ ഡ്രസ്സ് എന്നിട്ട് പോയി ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ എന്റെ കയ്യിൽ ഡ്രസ്സ് ഇല്ല, ഞാൻ എങ്ങനെയും അറേഞ്ച് ചെയ്ത് മേടിച്ചോ വല്ലതും ചേഞ്ച് ചെയ്തോളാന്ന് ചായത്തിനെ വെറുതെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ട, അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ട എന്ന് കരുതി ചോൻ പറയുമ്പോൾ ചായ വേറെ മേടിക്കൊന്നും വേണ്ട, എന്റെ കാറിൽ ഒരു ഡ്രസ്സ് ഉണ്ട്, ഞാൻ അത് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവന്റെ കാറിലിരുന്ന റിന്നിന്റെ ഒരു റെഡ് ഡ്രസ്സാണ് എടുത്തിപ്പോ ചോനിന് കൊടുക്കുന്നത്. ആക്ച്വലി മുന്നേ നമ്മൾ കണ്ടിരുന്നില്ലേ ഒരു ഇന്റർവ്യൂ ഒക്കെ ചായത്ത റിന്നും കൂടി കൊടുക്കുന്നത്. ആ ഒരു പരിപാടിക്ക് തൊട്ട് മുന്നേ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ ഈ കണ്ടത്. അതായത് സാലറി ഇൻക്രിമെന്റിനെ പറ്റി കാസ സംസാരിച്ചത് മുതലുള്ള കാര്യങ്ങൾ. അങ്ങനെ അതിനുശേഷം നടന്ന പ്രശ്നത്തില് ചോനിന്റെ ഡ്രസ്സ് കീറിയപ്പോ ചായുത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന റിന്നിന്റെ ഡ്രസ്സ് എടുത്ത് കൊടുത്ത് ചോനിനെ യഥാർത്ഥത്തിൽ ഹെൽപ്പ് ചെയ്തതാണ്. അങ്ങനെ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ചോൻ വരുന്ന കാഴ്ചയാണ് റിൻ കണ്ട് ആകെ ഷോക്ക് ആവുകയും കലിപ്പാവുകയും ചെയ്തത്. കാരണം ഇത് എന്റെ ഡ്രസ്സല്ലേ, ഇവൾക്ക് എവിടെ നീ ഡ്രസ്സ് കിട്ടിയെന്നായിരുന്നു റിന്നിന്റെ കലിപ്പ്. റിന്നാകട്ടെ അവളുടെ ഒരു ഫംഗ്ഷന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് പുതുതായിട്ട് ചായത്തിന്റെ കാറിൽ വെച്ചിരുന്ന ഒരു ഡ്രസ്സായിരുന്നു. അത് ചായുത്ത് തന്നോട് ചോദിക്കാതെ ഇവൾക്ക് എടുത്തു കൊടുത്തു. അത് ഇവൾക്ക് എടുത്തു കൊടുത്തു എന്ന ഒരു കലിപ്പാണ്. എന്തായാലും അവിടെ വെച്ച് തന്നെ പബ്ലിക്കായി തന്നെ റിൻ ആ കാര്യത്തിന്റെ പേരിൽ ചായുത്തിനോട് വഴക്കിടുമ്പോൾ ചായുത്ത് ചോനെ ഹെൽപ്പ് ചെയ്തതാണ്, ഡ്രസ്സ് കീറിയപ്പോ അങ്ങനെ ഹെൽപ്പ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായി റിൻ തയ്യാറല്ല. എന്തായാലും എല്ലാവരും നോക്കി നിൽക്കെ തന്നെ റിൻ ചായുത്തിനോട് വഴക്കുണ്ടാക്കി അവൻ പറയുന്നതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പിടങ്ങി പോകുന്നുണ്ട്. തുടർന്ന് ചായുത്തിനോട് ഈ കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന കാസ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അതായത് റിൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പോകുന്ന എല്ലാരും കേട്ടല്ലോ, കാസയും കേട്ടിരുന്നു. നീ എന്തിനാ എപ്പോഴും റിന്നിന്റെ മുന്നിൽ ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവളെ നീ നന്നായി സ്നേഹിക്കാൻ നോക്കിയല്ലേ വേണ്ടത്, അല്ലാണ്ട് വേറൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ വഴക്കിടുകയാണോ വേണ്ടതെന്ന് കാസ തിരക്കുന്നു. എന്തായാലും പിണങ്ങിപ്പോയ റിന്നിനെ ആ ഒരു ദേഷ്യം മാറാൻ ഒരു ഗ്യാപ്പും കൊടുക്കാതെ നന്നായി എരിപിരി കയറ്റാനായി അവളുടെ ഫ്രണ്ട്സ് നോക്കുന്നുണ്ട്. നിന്റെ ഡ്രസ്സ് ഇപ്പൊ ചായത്ത് നിന്നോട് പോലും ചോദിക്കാതെ ആ പീറ പെണ്ണിന് എടുത്തു കൊടുത്തു. കുറച്ചു നാൾ കഴിയുമ്പോൾ നിന്നെയും ചായത്തിന്റെ ലൈഫിൽ നിന്ന് അവള് തന്നെ എടുത്തു കളയും, നീ അല്ലേ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കലി വരുന്ന റിൻ നേരെ ചോനിന്റെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ ചോൻ അപ്പോഴേക്കും ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു. കാരണം അവൾക്ക് മനസ്സിലായി ഡ്രസ്സിന്റെ പേരിലാണ് ഇപ്പൊ പ്രശ്നം നടന്നതെന്ന്. അവളെ കേട്ട് റിന്നിനോട് മേഡം വിചാരിക്കുന്ന കണക്കൊന്നും അല്ല, സാറിനെ ഹെൽപ്പ് ചെയ്തതാണ്, അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്കിടയിലില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റിൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. മേലാൽ നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്, പിന്നെ നീ ഇട്ട ഡ്രസ്സ് അത് കത്തിച്ച് കളഞ്ഞാലേ എന്റെ കലി അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചായുത്ത് എത്തുന്നു. ചായുത്ത് വരുമ്പോഴേക്കും റിൻ മുന്നേ ദേഷ്യത്തില് ചോറിന് നേരെ എന്തൊക്കെ എടുത്തെറിഞ്ഞ് അവളുടെ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ കണ്ട് എന്ത് പറ്റി കയ്യിൽ വേദന ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ അവിടെ റിൻ എന്നത് ചായുത്ത് മൈൻഡ് പോലും ചെയ്തില്ല. പെട്ടെന്ന് ചോറിനെ കണ്ടപ്പോ അവളുടെ കയ്യിൽ നിന്ന് ചോര വരുന്ന കണ്ടപ്പോ നേരെ അങ്ങോട്ട് ചെന്നതാണ്. അതും കൂടി കാണുമ്പോൾ ഓൾറെഡി കലിപ്പുള്ള റിന്നിന്റെ കലിപ്പ് ഡബിൾ ആവുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സങ്കടപ്പെടുന്ന ദേഷ്യപ്പെടുന്നൊന്നും അവനൊരു കാര്യമല്ലല്ലോ, അവൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് റിൻ അവിടെ നിൽക്കുമ്പോഴേക്കും ഇത് കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന കാസിക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം ഏതാണ്ട് മനസ്സിലാവുന്നു. അവൻ വേഗം തന്നെ ചോറിന്റെ അടുത്ത് പോയി നിന്ന് എന്റെ ഗേൾ ഫ്രണ്ടിന്റെ മുറിവൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ഫിയാൻസിയുടെ അടുത്തേക്ക് പോകാനായി ചായത്തിനോട് പറയുമ്പോ അത് കേൾക്കുന്ന ചോരാകെ ഷോക്കായി. ഗേൾ ഫ്രണ്ട് ഒന്നും മട്ടില്ല,
ടൈമിൽ കാശ് നോക്കുമ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, സിറ്റുവേഷൻ അതാണെന്ന് ഒരു ചെറിയ സിഗ്നൽ കാശ് നൽകുമ്പോൾ ഓൾറെഡി റിൻ കലിപ്പി നിൽക്കുന്നതും ചായത്ത് തന്നോട് കെയർ കാണിക്കുന്നതും ശരിയല്ല, രണ്ടും തമ്മിൽ സിങ്കായി പോവില്ല എന്ന് മനസ്സിലാവുന്ന ചോനും അതെ അതെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന ഒരു മട്ടി നിൽക്കുമ്പോൾ ചായത്ത് പക്ഷെ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. അവൻ അതുകൊണ്ട് തന്നെ നീ ചുമ്മാ നമ്പർ ഇറക്കാതെ പോകാനായി കാശയോട് പറയുമ്പോൾ നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ വെച്ച് തന്നെ കാസ ചോനെ കിസ് ചെയ്യുന്നുണ്ട്. ഇവർ റിലേഷൻഷിപ്പിലാണെന്ന് ചായുത്തിനെ ബോധ്യപ്പെടുത്താനായി. ചായുത്ത് വീണ്ടും തന്നോട് കെയർ കാണിച്ച് റിന്നിനും ചായത്തിനും ഇടയിൽ പ്രശ്നം വഷളാവണ്ടേ എന്ന് കരുതി ചോൻ കാസ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ അതിനെ സമ്മതിച്ചെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കിസ് ചെയ്യുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആകെ ഷോക്കാവുന്നു. ഇതേ ടീം കാസയാകട്ടെ റിന്നിനും ചായത്തിനും ഇടയിൽ ഇനി ചോന്റെ പേര് പറഞ്ഞ് വീണ്ടും പ്രശ്നമാവണ്ട എന്ന രീതിക്കാണ് ഇവിടെ ഇങ്ങനെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അത് പ്രൂവ് ചെയ്യാനായി അവന് ചോനെ കിസ് ചെയ്യേണ്ടി വന്നു. ആക്ച്വലി അവന്റെ ഉള്ളിൽ ചോറിനോട് ഒരു ചെറിയ താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഈ കിസിലൂടെ രണ്ടുണ്ട് നേട്ടം. റിന്നിന്റെയും ചായത്തിന്റെ ഇടയിലെ പ്രശ്നം ഒന്ന് സെറ്റിൽ ചെയ്യാനും സാധിക്കും, ചോനുമായി അടുക്കാനും സാധിക്കും. പക്ഷെ അപ്പോഴും ചോന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഈ നിൽക്കുന്ന ചായുത്താണ് എന്ന ഒരു കാര്യം അല്ലെ പണ്ട് നടന്ന ആ ഒരു കാര്യം ഒന്നും തന്നെ അവൻ അറിയയില്ല. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.